മഴ തോരും മുമ്പയുടെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ്റെ ഷോപ്പാണ് കാണിക്കുന്നത്, ജ്വല്ലറി. അവിടെ ഒരു കാറ് പുറത്ത് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു നല്ല പ്രൗഢിയൊക്കെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ അയാളെ കണ്ടപ്പോൾ തന്നെ നല്ല സ്റ്റാറ്റസൊക്കെ ഉള്ള ആളൊക്കെ, ഒരുപാട് സ്വർണ്ണമൊക്കെ മേടിക്കാൻ വരുന്ന ഒരാളാണെന്ന് വിചാരിച്ച് സെക്യൂരിറ്റിക്കാരൻ വളരെ സ്നേഹത്തോടെ അകത്തേക്ക് ഡോറൊക്കെ തുറന്നു കൊടുത്ത് സ്വീകരിക്കും. ഗോവർദ്ധനാണെങ്കിലും വളരെ സ്നേഹത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് നമ്മുടെ സ്റ്റാൻലി ജോസഫ് ആയിരുന്നു. പക്ഷേ ഗോവർദ്ധന് സ്റ്റാൻലിയെ അറിയില്ല, അറിയാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സാർ എന്താ വേണ്ടത്, സ്വർണ്ണം എടുക്കാനാണോ? പുതിയ സ്റ്റോക്കൊക്കെ ദേ അപ്പുറത്താണ്, അങ്ങോട്ട് വായോ, നമുക്ക് അവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനെ കാണാൻ വന്നതാണ് മിസ്റ്റർ, ഞാൻ സ്വർണ്ണം എടുക്കാൻ വന്നതല്ല. ബാലേട്ടനെ കാണാനാണോ? എങ്കിലൊന്ന് ഇരിക്കട്ടെ, ഞാനിപ്പോൾ ഒന്ന് ചെന്ന് പറയാമെന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ്റെ ക്യാബിലേക്ക് നമ്മുടെ ഗോവർദ്ധനം ചെല്ലും. ബാലേട്ടനെ അന്വേഷിച്ച് ബാലേട്ടനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയും. ആരായാലും വരാൻ പറയുമെന്ന് പറയും. അങ്ങനെ ഗോവർദ്ധനൻ നമ്മുടെ സ്റ്റാൻലിയെ ബാലചന്ദ്രൻ ഇരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോകും. ആ ക്യാബിലേക്ക് കൊണ്ടു ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആളെ കാണുമ്പോൾ ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലാവും. ബാലചന്ദ്രൻ വളരെ സ്നേഹത്തോടെ ഒന്നുമല്ല, സാധാരണ രീതിയിൽ സ്വീകരിക്കുന്ന. കാരണം ആ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ശത്രുവാണ്, അല്ലാതെ മിത്രമല്ല. അതുകൊണ്ട് തന്നെ വാ മിസ്റ്റർ, ഇരിക്കണം എന്ന് പറയും. എൻ്റെ ഗോവർദ്ധനോട് പറയും, ഗോവർദ്ധ പൊക്കോ, 2 കാപ്പി കിട്ടിയാൽ നല്ലതായിരുന്നു കേട്ടോ എന്ന് പറയും. ഇപ്പോൾ എത്തിക്കാൻ ബാലേട്ടാന്ന് പറയും. അങ്ങനെ സ്റ്റാൻലി ഇരിക്കും. എങ്ങനെ പോകണു ബാലചന്ദ്ര ബിസിനസ് എന്ന് പറയും. തിരക്കേടില്ല, വലിയ ബിസിനസ്സൊന്നും അറിയാനില്ല, കണ്ടില്ലേ തിരക്ക്, നോർമലായിട്ട് പോണ് എന്ന് പറയും. അങ്ങനെ വിശേഷങ്ങൾ പറയും. ഞാൻ വന്നത് എന്ന് പറയും. പറഞ്ഞോളൂ, എന്തിനാ വന്നത് എന്ന് ചോദിക്കും. എന്തായി തീരുമാനം എന്ന് ചോദിക്കും. ഞാൻ അനിലിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയും. നല്ല കാര്യം എന്ന് പറയും. അവളെനിക്കൊന്ന് കാണാൻ കഴിയുമെന്ന് ചോദിക്കും. ഞാൻ എങ്ങനെ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ചോദിക്കും. കൊണ്ടുപോകാനൊന്നും നോക്കണ്ട, ഞാൻ അവളെ അവിടെ കൊണ്ടാക്കി തരാം, നിങ്ങളെ മുന്നിൽ കൊണ്ടു നിർത്തി തരാം, നാളെ വേണമെങ്കിൽ നാളെ എന്ന് പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളെ വേദനിപ്പിക്കാൻ പാടില്ല. പറഞ്ഞ ഡിമാൻഡൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം അവളെ കൊണ്ടുപോയാൽ മതി. സ്വത്തുക്കളൊക്കെ അവളെ പേരിൽ എഴുതി വെക്കണം എന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ മാത്രമേ എനിക്കറിയുള്ളൂ, നിങ്ങളൊരു മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാരും വൈഫും മക്കളും അങ്ങനെ എല്ലാവരും കൂടി അവളെ ഉപദ്രവിക്കാനും അവളെ അപായപ്പെടുത്താനും ശ്രമിച്ചാൽ ബാലചന്ദ്രൻ എന്താ വിചാരിച്ചത്, ഞാൻ അലീനനെ കൊണ്ടുപോയിട്ട് എന്നേക്കുമായി ആ ശല്യം തീർക്കാനാണെന്നോ? അത്തരത്തിലുള്ള ഒരാളല്ല ഞാൻ എന്ന് പറയും. നിങ്ങളെനിക്കറിയാം, ഞാൻ നിങ്ങളുടെ ബന്ധുക്കളെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ഞാൻ അവിടെ എത്തും. നേരിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ അവളുടെ ആരുമല്ലല്ലോ. പക്ഷെ നിയമപരമായി എനിക്ക് കോടതി വഴി എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പിന്നീട് വീണ്ടും സ്റ്റാൻലി തൻ്റെ ആവശ്യം ബാലചന്ദ്രനോട് അറിയിക്കുന്നു. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ട്, അവൾ എത്രയായാലും എൻ്റെ മകളല്ലേ മിസ്റ്റർ, ഒന്ന് കാണാൻ അനുവദിക്കുമോ എന്ന് പറയും. അവളെ കാണാൻ എന്നിങ്ങനെ ബാലചന്ദ്രൻ ആലോചിക്കണേ. എന്നിട്ട് പറയും, നിങ്ങളെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, കാരണം നിങ്ങളെൻ്റെ മക്കൾ കാണരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് പോലും അവർ കേൾക്കരുത്. അതുകൊണ്ട് അലീനനെ കാണാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ ഫോൺ വിളിക്കുന്നു. ഫോൺ എടുക്കുന്നത് രോഹിത്താണ്. അപ്പോൾ രോഹിത്തിനോട് പറയും അലീനയെ കൊടുക്കാൻ പറയും. അപ്പോൾ അലീന ഫോൺ മേടിക്കും. എന്താ അച്ഛാന്ന് ചോദിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് വരും, നീ ഒന്ന് റെഡി ആയി നിന്നോ, നമുക്ക് ടൗൺ വരെ ഒന്ന് പോകണമെന്ന് പറയും. അതൊക്കെ ഉണ്ട്, നീ റെഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലീനയെ നിങ്ങൾ മാത്രം കണ്ടാൽ മതി, നിങ്ങളെ അവൾ കാണണ്ട, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, നിങ്ങൾ ഈ കമ്പ്യൂട്ടറിലൂടെ നോക്കിയാൽ മതി, അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തുമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ആ റൂമിലിരിക്കുന്ന എൻ്റെ ഒരു ഗസ്റ്റാണ്, ഇതൊന്നും ചോദിച്ച് ശല്യം ചെയ്യേണ്ട, ഞാൻ അരമണിക്കൂറിനുള്ളിൽ വരും, അതുവരെയും അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോകും. സ്റ്റാൻലി ആണെങ്കിൽ കടയിൽ നടക്കുന്ന ബിസിനസ്സും കാര്യങ്ങളും, സ്വർണം കൊടുക്കുന്നതും വാങ്ങണതും പണം മേടിക്കുന്നതും എല്ലാം അതിലൂടെ ഇരുന്ന് ഇങ്ങനെ കണ്ണും നട്ടിരുന്ന് കാണണ്. പെട്ടെന്നാണ് ഡോറ് തുറന്ന് വരുന്നത്. അത് നമ്മുടെ ബാലചന്ദ്രനായിരുന്നു. അയാളങ്ങനെ ആകാംക്ഷയോടുകൂടി ആ ടി വി മോണിറ്ററിലേക്ക് നോക്കും. അങ്ങനെ ബാലചന്ദ്രൻ്റെ ബാക്കിലൊരു പെൺകുട്ടി ഉണ്ടെന്നറിയാം, പക്ഷേ മുഖമൊന്നും കാണില്ല. അങ്ങനെ ബാലചന്ദ്രൻ എന്നെ കണ്ടപ്പോൾ ജോലിക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് പിന്നെ സംസാരിക്കും, സ്വർണത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കണേ. അങ്ങനെ ബാലചന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അലീന ശരിക്കും ഇത്തിരി വ്യക്തമായിട്ട് അലീനയെ കാണുന്നു. അലീനയെ കണ്ടതോടുകൂടി സ്റ്റാൻലി ആകെ ഞെട്ടിപ്പോകണ്. തൻ്റെ മകളുടെ മുഖച്ഛായ ടാനിയ എന്നാണ് ആ മകളുടെ പേര്.
തൻ്റെ മകൾക്ക് തൻ്റെ അമ്മച്ചിയുടെ മുഖച്ഛായയാണെന്ന് എല്ലാവരും പറയും. അമ്മച്ചിയും തൻ്റെ മോളും കണ്ട ഒരേപോലെ എന്ന് പറയും. ഇപ്പോൾ ആ പെൺകുട്ടി അലീനയെയും എൻ്റെ മകളെയും കൂടി ചേർത്ത് നിർത്തിയാൽ ഇതെൻ്റെ മകളല്ലെന്ന് ഒരാളും പറയില്ല. ഇതെന്തൊരു അതിശയം! ഇതാണ് ദൈവത്തിൻ്റെ കളികൾ എന്ന് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ അയാൾ ആലോചിക്കണേ. കാരണം അത്രയ്ക്ക് സാമ്യം അലീനയും സ്റ്റാലിൻ്റെ മകളും തമ്മിൽ. അങ്ങനെ അയാൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇത് തൻ്റെ മകൾ തന്നെ, ഉറപ്പ്, ഒരു DNA ടെസ്റ്റും വേണ്ട. അങ്ങനെ അലീനനെ കണ്ണ് നിറച്ച് കാണുന്നു സ്റ്റാൻലിക്കാണെങ്കിൽ പെട്ടെന്ന് സങ്കടം വന്ന്. കാരണം തൻ്റെ പെട്ടെന്ന് തന്നെ തൻ്റെ മരിച്ചുപോയ തൻ്റെ അമ്മച്ചിയെ ഓർമ്മ വന്ന്. വളരെ പാവമായിരുന്നു അമ്മച്ചി. വളരെ പാവം എന്ന് വെച്ചാൽ വളരെ പാവമായിരുന്നു. ഒരു സാധു സ്ത്രീ. അതേപോലെ തന്നെയാണ് അലീനയുടെ കണ്ണിലെ ആ ശാന്തത, നെറ്റിത്തടം, കളറ്, ആത്മവിശ്വാസം, ചിരി എല്ലാം കൂടി കണ്ടപ്പോൾ സ്റ്റാൻലി ജോസഫിന് ഭയങ്കര വിഷമോ അതുപോലെ തന്നെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളൊക്കെ ചെറുതായിട്ടൊന്ന് നിറഞ്ഞ്. ഇല്ല, താൻ കരയാൻ പാടില്ല, താൻ പട്ടാളക്കാരനാണ്, താൻ കളഞ്ഞൊരു പട്ടാളക്കാരനാണ്, താൻ എന്തിനാ കരയണേന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നത്. എന്നാലും അയാൾ ടവലിൽ ഇങ്ങനെ മുറുക്കി പിടിക്കും. അതിനുശേഷം പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വരും, തൻ്റെ മകള് 23 വർഷം അനാഥാലയത്തിൽ ആർക്കും വേണ്ടാതെ ജീവിച്ചൊരു ജന്മം എന്നിങ്ങനെ ഓർത്തപ്പോൾ അയാളിങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ആ ടവല് തനിക്ക് ആവശ്യം വരും തന്നെ അയാൾക്ക് മനസ്സിലായി. അയാളിങ്ങനെ കണ്ണ് നട്ടിങ്ങനെ അലീനനെ നോക്കുന്നു. ആ കമ്പ്യൂട്ടർ ശരിക്കും അയാളുടെ അടുത്തേക്ക് അടുപ്പിച്ച് അയാളിങ്ങനെ കാണണ്. അലീനയോട് ബാലചന്ദ്രനോട് കൊഞ്ചി കുഴയണ അലീന, അതായത് സ്നേഹം കൊണ്ട് ഒരു അച്ഛനൊരു സ്ഥാനത്ത് തന്നെയാണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവണം. നിനക്ക് ഇതിൽ സ്വർണ്ണങ്ങൾ വല്ലതും വേണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. അതെന്തിനാച്ചാ ഇപ്പം എനിക്ക്? എന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ 2 വാള സെലക്ട് ചെയ്തോ. ഡിസൈനൊക്കെ അറിഞ്ഞു വെച്ചാൽ നിൻ്റെ കല്യാണത്തിന് എനിക്ക് തരാമല്ലോ. എൻ്റെ കല്യാണത്തിന് എനിക്ക് സ്വർണം തരണോ? ഇപ്പോഴത്തെ അച്ഛൻ എനിക്ക് പൈസ ആയിട്ട് തന്നാൽ മതി. 10 രൂപ ഞാൻ തരില്ല മകളെ. കാരണം നീ അത് കൊണ്ടുപോയി അനാഥാലയത്തേക്ക് ദാനം ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊരു രൂപ പോലും കിട്ടില്ല. നിൻ്റെ കല്യാണത്തിന് സ്വർണ്ണമായിട്ട് തരും. അതിന് എൻ്റെ കല്യാണം ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പോഴേ തന്നെ ഞാനിത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേനും നിൻ്റെ ഫാഷനൊക്കെ മാറും. പുതിയ ഫാഷൻ ആവില്ലേ എന്ന് ചോദിക്കും. അപ്പം നീ നിൻ്റെ ഇഷ്ടത്തിന് ഫാഷൻ മാറ്റി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ ചിരിച്ച് നല്ല സന്തോഷത്തിലാണ് ബാലചന്ദ്രൻ മകളോട് പെരുമാറണേന്ന് മനസ്സിലായി. തൻ്റെ മകളെ, അതായത് തൻ്റെ ബാലചന്ദ്രൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഭാര്യരെ വിഹിത സന്തതിനെ അയാൾ ഈ സ്നേഹിക്കണേന്നുള്ള കാര്യം ഏതൊരു പുരുഷനും സാധിക്കാത്തൊരു കാര്യമാണ് ബാലചന്ദ്രൻ ഈ ചെയ്യണേന്ന് വളരെ വിഷമത്തോടെ സ്റ്റാൻലി ഇങ്ങനെ ഓർക്കണ്. പിന്നീട് ബാലചന്ദ്രൻ അലീനയോട് പറയും, നീ പൊക്കോ വീട്ടിലേക്ക്, ഗോവർദ്ധനൻ നിന്നെ വീട്ടിലെത്തിക്കുന്നു പറയും. അപ്പോൾ അതെന്താ അച്ഛാന്ന് പറയും. അച്ഛൻ വരുന്നില്ലേ? ഇല്ല. പിന്നെ ഈ സ്വർണ്ണങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണോ അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അതെ എന്ന് പറയും. അങ്ങനെ എന്തോ കള്ളത്തരുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ബാലചന്ദ്രൻ അലീനയ്ക്ക് അതിന് മറുപടി കൊടുക്കാണ്ട് നേരെ തൻ്റെ ക്യാബിലേക്ക് പോകും. ഗോവർദ്ധനൻ അലീനനെയും കൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ സ്റ്റാൻലി കണ്ണൊക്കെ തുടച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കുള്ളൂ. കണ്ടോ സ്വന്തം മകളെ, എന്ത് തോന്നി, മകളാണെന്നോ അല്ലെന്നോ എന്ന് ബാലചന്ദ്രൻ ചെറിയൊരു പുച്ഛത്തോടെ ചോദിക്കും. സ്റ്റാൻലി ഒന്നും മിണ്ടില്ല. അലീനനെ കണ്ടിട്ട് എന്ത് തോന്നി എന്ന് വീണ്ടും ചോദിക്കും. ബാലചന്ദ്രൻ്റെ നേർക്ക് കൈ നീട്ടിയിട്ട് ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടിയിട്ടാണ് കൈ നീട്ടുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് മടിക്കും, എന്നാലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. എന്ന് പറയും, താങ്ക്സ്, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയും. പിന്നെ അവളെ നാളെ തന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കും. കൊണ്ടുവരാം, എനിക്ക് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് സ്റ്റാൻലി പറയുന്നു. ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നു. അങ്ങനെ സ്റ്റാൻലി വീണ്ടും താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണ്. ബാലചന്ദ്രൻ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കണ്. അപ്പോൾ അലീന തൻ്റെ വീട്ടിൽ നിന്ന് പോകണമെന്നുള്ളൊരു വിഷമം ബാലചന്ദ്രൻ്റെ മനസ്സിലേക്ക് കയറി കൂടി. ഒരു തളർച്ച അയാളെ വല്ലാതെ പിടിച്ചുലച്ചു. കാരണം നാളെ തുടങ്ങി താൻ തനിച്ചാകണ്. തൻ്റെ ഒരു ചിറക് നഷ്ടപ്പെട്ട പോലെയൊക്കെ അയാൾക്ക് തോന്നുന്നു. എനിക്കെല്ലാമാണ് അലീന എന്ന് ബാലചന്ദ്രന് മനസ്സിലായി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മനു ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നു. നീ എന്താണ് ഇവിടെ, കയ്യിൽ ബാഗൊക്കെ ഉണ്ട്? ഞാൻ നേരെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടാണ് വന്നത്, അങ്കിളിനൊന്ന് കാണണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. വീട്ടിലേക്ക് പോകായിരുന്നില്ലേ? അതിൻ്റെ ആവശ്യമില്ല, അലീന പറഞ്ഞല്ലോ നാളെ അവൾ പോകണമെന്ന്. അങ്കിൾ അവളെ എവിടേക്കോ കൊണ്ടാക്കാൻ പോകണമെന്ന്. എവിടേക്കാണെന്ന് അവൾ ചോദിച്ചിട്ടില്ല, അങ്കിളോട്ട് പറഞ്ഞിട്ടുമില്ല എന്നാണ് പറഞ്ഞത്. അച്ഛൻ തനിക്ക് മോശമായി ഒന്നും ചെയ്യില്ല, തനിക്ക് ആപത്ത് വരുന്ന ഒന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അവളിരിക്കുന്നത്. അതങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കും. എന്തായാലും ഇവിടത്തെ പോലെ തന്നെ സുരക്ഷിതമുള്ളൊരു സ്ഥലത്താണ് ഞാൻ അവളെ കൊണ്ടാക്കണത്. ഇവിടുത്തെ പോലത്തെ സുരക്ഷിത ഉണ്ടെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. തോന്നുന്നില്ലടാ, ഉണ്ടാവും, അത് നമുക്ക് അങ്ങനെയല്ലേ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറയും.
അങ്കിൾ വിചാരിച്ചാൽ ഈ പോക്ക് തടയാൻ കഴിയില്ലേന്ന് പറയും. തടയാനൊക്കെ കഴിയും, ഞാൻ പോണ്ടാന്ന് പറഞ്ഞാൽ അവൾ പോകില്ല. പക്ഷെ ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല, അവൾക്ക് ഇഷ്ടം അതാണ്. അവളിവിടെ ഉണ്ടായാൽ വൈജയന്തി ഡിവോഴ്സിന് പോകുമല്ലോ. പിന്നെ അവൾ കാരണമാണ് തൻ്റെ കുടുംബജീവിതം നശിച്ചതെന്ന് അവൾക്കൊരു തോന്നലും വരും. അതവളെ വല്ലാതെ വിഷമിപ്പിക്കും. ആ കുറ്റബോധവും അതുകൊണ്ടൊക്കെ തന്നെയാണ് തൽക്കാലം അവളൊന്ന് മാറി നിൽക്കട്ടെ, തൽക്കാലത്തേക്ക് മാത്രം എന്ന് വിചാരിച്ചാൽ മതി മനു എന്ന് പറയും. മനുവിന് ഭയങ്കര ടെൻഷനാവും. അലീന എവിടേക്ക് പോകണമെന്ന് എന്നോടൊന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിക്കും. പറയാം, സമയമായിട്ടില്ലടാ. മനു, നീ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. വൈജയന്തി അവളുടെ അമ്മേനി. സ്വന്തം അമ്മയ്ക്ക് നേരെ യുദ്ധം വെട്ടാൻ അവൾ തയ്യാറാവില്ല. അവളും വൈജയന്തിയും തമ്മിലുള്ള ബന്ധത്തിന് മുന്നിൽ നീയും അവളും തമ്മിലുള്ള ബന്ധവും ഞാനും അലീനയും തമ്മിലുള്ള ബന്ധം ഒക്കെ ചെറുതാണ്. അവർ അമ്മയും മകളുമാണ്. വൈജയന്തിക്ക് അവൾ മകളാണെന്ന് അറിയില്ലെങ്കിലും അവൾക്കറിയാലോ അവൾ അമ്മയാണെന്ന്. അവളുടെ അമ്മയുടെ ജീവിതം നശിപ്പിക്കാനോ അതുപോലെ തന്നെ അവളുടെ സഹോദരങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ അവരുടെ കുടുംബം തകർക്കാനോ ഒരിക്കലും അവൾ കൂട്ടു നിൽക്കില്ല. അവൾ എങ്ങനെയായാലും അവിടെ നിന്ന് പോകും, ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എന്നൊക്കെ പറയണേ. അങ്ങനെ വളരെ തളർച്ചയോടെ മനു ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നു. അപ്പോൾ അലീന പോകും എന്നിങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു മനു. ഞാൻ ആൻറ്റിയോടൊന്ന് സംസാരിക്കാൻ പോകണമെന്ന് പറയും. സംസാരിച്ചോ, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ അവളെ മനസ്സ് മാറ്റിക്കോ. പക്ഷേ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. ഇല്ല അങ്കിളെ, അത് ഞാൻ സംസാരിക്കില്ല. ഞാൻ അങ്കിളിന് വാക്ക് തന്നിട്ടുള്ളതല്ലേ. എന്നായിക്കോട്ടെ, നിൻ്റെ വിശ്വാസമല്ലേ, നീ നടത്തിക്കോ എന്ന് പറയും. അങ്ങനെ മനു വൈജയന്തിൻ്റെ അടുത്തേക്ക് ചെല്ലണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചാണ് ചെല്ലണത്. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, എന്താ മനു മുറിയിലേക്ക് വന്നത്? നീ എന്നെ കാണാൻ തന്നെ വന്നാണോ? പിന്നല്ലാണ്ട് ഞാൻ പിന്നെ എന്തിനു വന്നാണെന്ന് ചോദിക്കും. അല്ല, നീ പതിവില്ലാണ്ട് ഇങ്ങോട്ട് വരാറില്ലേ, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയും. എനിക്ക് ആൻറ്റിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അത് മനസ്സിലായി, കാര്യം പറയാനുണ്ടെന്ന് മനസ്സിലായി, എന്തോ ഒരു ആവശ്യത്തിന് നീ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അലീന അവിടെ നിന്ന് പോകണമെന്ന് കേട്ടു എന്ന് പറയും. കേട്ടു, പോകട്ടെ എന്ന് പറയും. അലീന പോകുന്നത് ആൻറ്റി ഒരൊറ്റൊരാൾ കാരണമാണ്, അല്ലാണ്ട് അങ്കിള് പറഞ്ഞയക്കുന്നതല്ല, ആൻറ്റിയുടെ മക്കളും പറഞ്ഞയക്കുന്നതല്ല. സമ്മതിച്ചു, അവൾ പോണത് അവളെ ഇഷ്ടത്തിനാണ്. അതിലടാ, അവൾക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടി, ഊറ്റിയെടുക്കാനുള്ളതെല്ലാം അവൾ ഊറ്റിയെടുത്തു. ഇനി അവൾ മറ്റൊരു താവളത്തിലേക്കെന്ന് പറയും. അവൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ അവളുടെ എച്ചിലൊന്നും എനിക്ക് വേണ്ടടാ, പക്ഷെ അവൾ ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ വൈജയന്തി ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തുള്ളൂ എന്ന് പറയും. ആൻറ്റി ഇതിന് നാളെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ സഹിച്ചോളാം, എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാവും എന്നല്ല നീ പറയുന്നത്, അത് ഞാൻ സഹിച്ചോളാം, എന്ത് തന്നെ ആയാലും. ആൻറ്റിയുടെ മക്കളും ആൻറ്റിയുടെ കുടുംബവും ഒക്കെ തകർന്ന് തരിപ്പണായി പോവും. ആയിക്കോട്ടെ എന്ന് പറയും. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ആൻറ്റി ഒന്ന് അവളോട് ക്ഷമിക്ക്, അവളോടുള്ള വൈരാഗ്യം മനസ്സിൽ നിന്ന് മാറ്റുക എന്ന് പറയും. എൻ്റെ സ്വന്തം മക്കൾ വന്ന് പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചിട്ടില്ല, പിന്നെയല്ലേ നീ എന്ന് പറയും. ആൻറ്റി ഇതിന് നാളെ ഖേദിക്കേണ്ടി വരും എന്ന് പറയും. അതോ ഞാൻ പറഞ്ഞത്, അത് അവൾ പോയിട്ട് ഞാൻ ഖേദിക്കണമെങ്കിൽ ഖേദിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അവളുടെ എച്ചിലൊന്നും എനിക്ക് വേണ്ട, പക്ഷേ ആ വീട്ടിൽ അവൾ നിൽക്കാൻ പാടില്ല. എൻ്റെ മക്കളെ ഇനി അവൾ കാണാൻ പാടില്ല. അവൾ ആ കുടുംബമായിട്ട് ഒരു ബന്ധവും പാടില്ല. എന്നാൽ മാത്രമേ വൈജയന്തി ആ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുള്ളൂ. ശരി ആൻറ്റി, ഞാൻ കൂടുതലൊന്നും ആൻറ്റിയോട് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ആൻറ്റിയുടെ മനസ്സ് എങ്ങനത്തെ എനിക്ക് മനസ്സിലായി. വൈജയന്തിയുടെ മനസ്സ് പാറ പോലെ ഉറച്ചതെന്ന് മനുവിന് മനസ്സിലാവണ്. ഇവിടെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആര് പറഞ്ഞാലും അത് ഇളകില്ല. അങ്കിളും ചെറിയച്ഛനോ വലിയച്ഛനോ അങ്കിളോ ആര് പറഞ്ഞിട്ട് അലിയാത്തൊരു മനസ്സാണ്. എന്നാൽ ഒരു കാര്യം കൂടി മനു വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുന്നു, അവളെ വിഷമിപ്പിച്ചേന്, അവളെ ശപിച്ചേന് ഒക്കെ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ആൻറ്റി കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞ് മനു തിരിഞ്ഞു നടക്കും. വൈജയന്തി ഒരു പുച്ഛത്തോടെ ഒരു ചിരി ചിരിച്ച് അവിടെ തന്നെ നിൽക്കുന്നതാണ് ആ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.